അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുമ്പോൾ അതിൻ്റെ പ്രാരംഭ വാക്യങ്ങളിൽ എടുത്തു പറയുന്നൊരു കാര്യമുണ്ട്. അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഐ താങ്ക് മൈ ഗോഡ് ഇൻ ഓൾ മൈ റിമംബറൻസ് ഓഫ് യു. മലയാളത്തിൽ ഇതിൻ്റെ 6-ാം വാക്യത്തിലാണ് പറയുന്നത്, ഞാൻ നിങ്ങളെ ഓർക്കുമ്പോഴൊക്കെയും എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. 2 വാക്കുകളാണ് അവിടെ എടുത്തു പറയുന്നത്, താങ്കിങ് ഗോഡ് ആൻഡ് റിമംബറൻസ്. ഓർക്കുക, നന്ദി പറയുക. ഫിലിപ്പിയിലുള്ള സഭയെക്കുറിച്ച് ഓർക്കുമ്പോൾ ദൈവത്തിന് പൗലോസ് നന്ദി പറയുന്നു. വളരെ വ്യത്യസ്തമായ അനുഗ്രഹിക്കപ്പെട്ട ഒരു ചർച്ച് ആയതുകൊണ്ട് തന്നെ അവിടുത്തെ ദൈവജനത്തെ ഓർത്ത് പൗലോസ് നന്ദി പറയുകയാണ്. ഇന്ന് നാം ചിന്തിക്കുന്നത് ബീങ് താങ്ക്ഫുൾ എന്നുള്ള, നന്ദി ഉള്ളവരാകുക. ആരോടൊക്കെയാണ് നാം നന്ദി ഉള്ളവരാകേണ്ടത്? ഒന്ന്, നമ്മുടെ ദൈവത്തോട് നമുക്ക് നന്ദി ഉള്ളവരാകാൻ കഴിയുക. 2, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ നിയർ വൺസ്, നമ്മളെ സ്നേഹിക്കുന്ന സ്നേഹിതർ, സഹായിക്കുന്നവർ, അവരോട് നന്ദിയുള്ളവരാകാൻ കഴിയുക. ദൈവത്തോടും മനുഷ്യരോടും നന്ദിയുള്ളവരാകാൻ കഴിയുമ്പോഴാണ് നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുന്നത്. നാം ഇതുവരെ എത്തിയത് നമ്മുടെ കഴിവ് കൊണ്ടോ നമ്മുടെ ബലം കൊണ്ടോ ഒന്നുമല്ല, മറിച്ച് ആരൊക്കെയോ നമ്മെ പിടിച്ച് നടത്തിയത് കൊണ്ടാണ്. ചെറിയ പ്രായത്തിൽ മാതാപിതാക്കൾ നിങ്ങളുടെ കരം പിടിച്ച് നിങ്ങളെ നടത്തി, എടുത്തുകൊണ്ട് നടന്നു, നിങ്ങളെ കുളിപ്പിച്ചു, നിങ്ങൾക്ക് വേണ്ടുന്ന ആഹാരം എടുത്തും വാരിയും ഒക്കെ തന്നു. ഏതെല്ലാം വിധത്തിലാണ് കുഞ്ഞുങ്ങളെ ആഹാരമൊക്കെ കഴിപ്പിച്ചെന്നറിയാമോ? ഇത് നിങ്ങൾ ആരോഗ്യമുള്ളവരായി, മിടുക്കരായി, കഴിവുള്ളവരായി. ഇത് നിങ്ങളുടെ കഴിവ് കൊണ്ടോ സാമർഥ്യം കൊണ്ടോ അല്ല. നിങ്ങളെ പഠിപ്പിച്ച ഒത്തിരി അധ്യാപകരുണ്ട്. ആ അധ്യാപകർ നിങ്ങളെ സശ്രദ്ധം പഠിപ്പിച്ചതുകൊണ്ടാണ് നിങ്ങൾ ഇന്ന് മിടുക്കിയായത്. അപ്പം നമുക്ക് നന്ദിയുള്ളവരാകാൻ ഒത്തിരി റീസൺസ് ഉണ്ട്. കാരണം പുറകോട്ട് ചിന്തിച്ചാൽ, ഒന്ന് ഓർത്താൽ മാത്രമേ അറിയത്തുള്ളൂ. എത്രയോ സാഹചര്യങ്ങൾ നമുക്ക് ഓർക്കാൻ കഴിയും. മരണത്തിൽ നിന്ന് പോലും നമ്മെ വിടുവിച്ച ആളുകളുണ്ട്. നമ്മൾ പറയും ദൈവം വിടുവിച്ചത് ഒരാളിൽ കൂടെയാണ്, ഒരു സാഹചര്യത്തിലൂടെയാണ്. അങ്ങനെയുള്ള സാഹചര്യങ്ങളെ ഒന്ന് ഓർത്തിട്ട് ദൈവത്തിന് നന്ദി പറയാൻ കഴിയുമോ? ഇന്ന് നിങ്ങൾ എവിടെ ആയിരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ദൈവം നിങ്ങളെ എവിടെ നിന്നാണ് ഉയർത്തിക്കൊണ്ടുവന്നത് എന്ന് ചിന്തിച്ച് തിരിച്ചറിഞ്ഞ് ദൈവത്തിന് നന്ദിയുള്ളവരാകാൻ കഴിയുക. അപ്പം നന്ദിയുള്ള ഹൃദയം എല്ലാവരിലും ഇല്ലെങ്കിലും നമ്മളത് ഉണ്ടാക്കിയെടുക്കണം. സാധാരണ നാം നന്ദിയുള്ളവരാകാതെ പോകുന്ന നമ്മുടെ വീടുകളിൽ ഭാര്യയോട്, ഭർത്താവിനോട്, ഇതുവരെയും നിങ്ങളെ പോറ്റിപ്പുലർത്തിയ ഭർത്താവിനോട്, ആഹാരം വെച്ച് തന്ന ഭാര്യയോട്, നിങ്ങളെ വളർത്തിയ മാതാപിതാക്കളോടൊക്കെ നന്ദിയുള്ളവരാകാൻ കഴിഞ്ഞെങ്കിലേ നമ്മുടെ ജീവിതം അർത്ഥവത്താകത്തുള്ളൂ. നിങ്ങളെ ചികിത്സിച്ച ഡോക്ടർമാർ, നിങ്ങളെ ശുശ്രൂഷിച്ച നേഴ്സുമാർ, നിങ്ങളെ വാഹനത്തിൽ കൊണ്ടുപോയ ആളുകൾ, ഇതെല്ലാവരോടും നാം നന്ദിയുള്ളവരായിത്തീരണം. എല്ലാറ്റിനും ഉപരിയായി ദൈവത്തോട് നന്ദിയുള്ളവരാകാൻ കഴിയുക. ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം, ദൈവത്തോട് നന്ദിയുള്ളവരായി അവർക്ക് നിലനിൽക്കാൻ കഴിഞ്ഞില്ല. ദൈവം ചെയ്ത ഉപകാരങ്ങളെ അവർ മറന്നുപോയി. വചനം പറയുന്നു, അവരുടെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. സാധാരണ പ്രതിസന്ധികൾ വരുമ്പോൾ നാം മറന്നു പോകാറുണ്ട്. എന്നാൽ ഓർക്കേണ്ടത്, ഇന്നലകളിൽ ദൈവം നമ്മെ നടത്തിയല്ലോ എന്നുള്ളത് ഓർത്ത് ദൈവത്തിന് നന്ദി പറയുക. സങ്കീർത്തന പുസ്തകങ്ങളിൽ നാം ഏറ്റവും കൂടുതൽ വായിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം ചെയ്യാനാണ് പറയുന്നത്. നന്ദി ഉള്ളവരാകാൻ, ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ, സകല ജനവും കാണുക എൻ്റെ സ്തോത്രത്തെ കഴിക്കാൻ, എൻ്റെ യാചനകളെ അർപ്പിക്കാൻ. അപ്പം അതുപോലെ നമുക്കൊരു ഒരു വ്യത്യസ്തമായിട്ടുള്ള അവസരം അധികം തരും നന്ദിയുള്ളവരാകാൻ. ഇവിടെ പൗലോസ് പറയുന്നു, ഐ എം താങ്ക്ഫുൾ ടു ഗോഡ്. എന്തിനാ? ഫിലിപ്പിയിലെ ചർച്ചിനെ ഓർത്ത്. നിങ്ങൾക്ക് നന്ദി പറയേണ്ട, നന്ദിയുള്ളവരാകാൻ കഴിയുന്ന എത്രയോ കാര്യങ്ങളുണ്ട്. ഒന്ന് ഓർത്ത് നോക്കാമോ? ഒന്ന് എണ്ണി നോക്കാമോ? നിങ്ങളെ എടുത്തുകൊണ്ടിരുന്ന മാതാപിതാക്കളെ ഓർത്താൽ തന്നെ ഒരു പ്രാവശ്യം വിളിച്ചവരോട് നന്ദി പറയണ്ടേ? ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട്, 4-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ വീണ് എൻ്റെ കാല് വയ്യാതെ 3 മാസം ഇരുന്നൊരു സമയം. അന്ന് തിരുമിക്കുകയൊക്കെ ചെയ്യുന്നൊരു കാലമാണ്. അപ്പോൾ എൻ്റെ മാതാവ് എന്നെ എടുത്തുകൊണ്ട് പോയി തിരുമിക്കുന്ന ഒരു സാഹചര്യം ഞാൻ ഓർക്കുന്നു. ഇനി നടക്കാൻ കഴിയത്തില്ല. 8 വയസ്സുള്ള എന്നെ എടുത്തുകൊണ്ട് 1 കിലോമീറ്റർ നടക്കുക, 1.5 കിലോമീറ്റർ നടക്കുക എന്ന് പറഞ്ഞാൽ വളരെ ദുഷ്കരമായിരുന്നു. എന്നാൽ അത് ഞാൻ ഇടയ്ക്കൊക്കെ മമ്മിയോട് പറയുമ്പം അറിയാതെ മമ്മിയുടെ മുഖത്തൊരു പുഞ്ചിരി, കണ്ണൊക്കെ നനയുന്ന എനിക്ക് കാണാൻ കഴിയും. നമ്മുടെ ജീവിതത്തിൽ അതുപോലെ എത്രയെത്ര സാഹചര്യങ്ങളിൽ ദൈവം നമ്മെ നടത്തിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു കഥ കേട്ടിട്ടുണ്ട്. ഒരു കുട്ടി യാദൃശ്ചികവശാൽ ഒരു കുളത്തിലേക്ക് കാല് തെന്നി വീണു. അമ്മ കിടന്ന് കരയാൻ തുടങ്ങി. ആളുകളെല്ലാം ഓടിക്കൂടി, എല്ലാവരും നോക്കി നിൽക്കുക. ആഴമുള്ള കുളമാണ്. ആ കൂട്ടത്തിൽ ആരോ ഒരുത്തനെ എടുത്തു ചാടി ഈ കുഞ്ഞിൻ്റെ അടുത്ത് നീന്തിയെത്തി അവനെ ഒരു വിധത്തിൽ കരയിലെത്തിച്ചു. ഈ മനുഷ്യൻ തിരിച്ച് വെള്ളത്തിൽ നിന്ന് കയറി വരുമ്പം ഈ മനുഷ്യൻ ഓർത്തത് ഈ അമ്മ പറയാൻ പോകുന്ന നന്ദി വാചകങ്ങൾ ഓർത്തായിരുന്നു. പക്ഷേ ആ സ്ത്രീ നന്ദിയല്ല പറഞ്ഞത്. ആ കുഞ്ഞിനെ രക്ഷിച്ചപ്പം അവൻ്റെ തലയിലെ തൊപ്പി ഊരി വെള്ളത്തിൽ പോയി. ആ തൊപ്പിയും കൂടെ എന്താ എടുക്കാഞ്ഞെന്ന് ചോദിച്ചുള്ള ശകാരങ്ങളായിരുന്നു. പല സമയങ്ങളിലും നന്ദി പറയേണ്ടതിന് പകരം നാമും ഇതുപോലെയായി തീരാറുണ്ട്. ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത് നമുക്കൊന്ന് നന്ദിയുള്ളവരാകാം. ഇന്നലകളിൽ ദൈവം നിങ്ങൾക്ക് തന്ന സൗഖ്യത്തെ ഓർത്ത് നന്ദിയുള്ളവരാകാം. ദൈവത്തോട് നന്ദി പറയാം. കൂടെ ഉള്ളവരോട് നന്ദി പറയാം. നമ്മൾ മിടുക്കരും കഴിവുള്ളവരും ഒക്കെ ആണെങ്കിലും ഒന്ന് ഫോൺ ചെയ്ത്
നിങ്ങളുടെ സ്നേഹിതരോട്, നിങ്ങളെ സഹായിച്ചവരോടൊന്ന് നന്ദി പറയാം. അത്യാവശ്യ ഘട്ടത്തിൽ ആ പണം തന്നവരോട് നന്ദി പറയാം. കഴിയുമെങ്കിൽ എത്ര നന്നായിരുന്നു. ബീങ് താങ്ക്ഫുൾ. ഇന്ന് ഈ ഒരു മെസ്സേജ് നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് ഒരാളെയെങ്കിലും വിളിച്ച് ഞാനത് മറന്നിട്ടില്ല, എന്നെ നിങ്ങൾ സഹായിച്ചത്, അന്ന് എൻ്റെ കൂടെ ആശുപത്രിയിൽ നിന്നത് ഞാൻ മറന്നിട്ടില്ല എന്ന് പറയാൻ ഒരല്പസമയം മാറ്റിവെക്കുക എന്നുള്ളതാണ്. മാതാപിതാക്കളെ വിളിച്ചിട്ട് ഇപ്പം ഞാൻ പെട്ടെന്ന് ഓർത്തു അന്ന് അമ്മ എന്നെ എടുത്തുകൊണ്ട് നടന്നത്, അല്ലെങ്കിൽ പപ്പ എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയത്, ഇങ്ങനെയുള്ള ചില സാഹചര്യങ്ങൾ ഓർത്തിട്ട് ഒന്ന് നന്ദി പറയാൻ, ഒപ്പം ഇവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കാനും ദൈവത്തിന് നന്ദി പറയാനും, അനുഗ്രഹിക്കപ്പെട്ട അധ്യാപകരെയും മാതാപിതാക്കളെയൊക്കെ ദൈവം തന്നതിന് നന്ദി പറയാനായിട്ട് ഈ ദിവസം മാറ്റിവെക്കാം. ബീങ് താങ്ക്ഫുൾ, അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം. നന്ദിയുള്ളവരാകാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച്.